വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം എത്തുന്ന പേരായി മാറിയിരിക്കുകയാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. ഓരോ വിദ്യാർത്ഥിക്കും മികച്ച വിദേശ പഠനത്തിലൂടെ നല്ല ഭാവി ഒരുക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. എന്താണ് എൻ്റെ ജോലി എന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് മറ്റൊരു ഷെയ്ഡ്സ് ഒക്കെ എടുത്ത് വെച്ച് തന്നു, ഇങ്ങനെ നടക്കാൻ പറഞ്ഞു തള്ളിക്കൊണ്ട്. കുറേ സോംബികളൊക്കെ വന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. ബാക്കി എന്താണ് ക്യാരക്ടർ എന്നുള്ളതൊക്കെ ഇനി കഥയൊക്കെ കേട്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വാചാലനാവാം. വിനീതേട്ടനും ബേസിലും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഏറ്റവും അറിയുന്ന ആൾക്കാരുടെ അടുക്കൽ കഥ പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടെൻഷൻ. മേട്രിക്സ് എന്നുള്ള സാധനം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടൊരു സാധനമാണ്. അപ്പം ഒരു കളിക്കുടുക്കെ വരുന്നൊരു മേട്രിക്സിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഈ ഒരു സിനിമ എന്നുകൊണ്ട് എന്നെ വീഴ്ത്തിയതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ടർ. ഞാൻ ഇതിൻ്റെ കഥ ഇതുവരെ കേട്ടിട്ടില്ല. അവനെന്തോ കുറച്ച് പറഞ്ഞു, പകുതി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇനി അത് ഒന്നുകൂടി ഇരുന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഒരു ഡാമിൻ്റെ വിഷ്വൽ വെക്കുന്നതിനപ്പുറത്തേക്ക് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നാളത്തെ ഒരു അവസ്ഥ കാണിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ജിയോ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരു വാദവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസ്പിറസി ഒക്കെ ആയിരിക്കും ഞാൻ പുഷ് ചെയ്യാൻ പോകുന്നത്. അരുൺ ചന്തു ആണോ, സബ്ജക്റ്റ് ആണോ, എന്താ ശരിക്ക് അജു വർഗീസിന് വല്ല? ജഗദീഷ് ശ്രീകുമാർ. ആദ്യമേ അഭിനന്ദനങ്ങൾ. ഇത്രയും ഗ്രാൻഡ് വിഷ്വൽ ട്രീറ്റ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലയളവിൽ ഇത്രയും ഗ്രാൻഡായിട്ട് ഒരു സിനിമയുടെ ഒരു ഗ്ലിംസ് നമ്മളാരും കണ്ടിട്ടില്ല. നമ്മളാരും കാണാത്തൊരു ഡിസ്റ്റോപ്പിയൻ വേൾഡിനെ വളരെ കൺവിൻസിങ് ആയിട്ട്, വളരെ ഇംപ്രസീവായിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു. ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടമായോ? താങ്ക് യു. ഇന്ന് ഇൻട്രോവേർട്ട് ആവാൻ പറ്റില്ല, 1 മണിക്കൂറത്തേക്ക് പ്ലീസ്. ആദ്യമേ എന്നോട് ചോദിക്കാനുള്ളത്, ഇത്രയും വലിയൊരു വേൾഡ് സെറ്റിംഗ്, അത് നമ്മളുടെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പലപ്പോഴും പലതവണ ആലോചിക്കുമ്പോൾ ഇത് പോസിബിൾ ആണെന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അവിടെ ഗഗനചാരി ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഡ്രോപ്പായിട്ട് നമുക്ക് തരുന്നുണ്ട്. അവിടെ നിന്ന് വല വരുന്നു. വലയുടെ ഈ ലാർജ് സ്കെയിൽ സെറ്റിംഗ്, സോംബി, ഈ അങ്കിൾ ലൂണാർ, ഇത് എല്ലാ തരത്തിലും ക്യൂരിയോസിറ്റിയുടെ ഒരു വലിയ പാക്കേജാണ്. എന്തുകൊണ്ട് വല? എന്താണ് വല? എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റിയാണ് അതിനൊക്കെയുള്ളൊരു ശക്തി എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളിങ്ങനത്തെ തീംസ് ആലോചിക്കുമ്പോൾ അതൊക്കെ ക്രേസിയാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റുവട്ടങ്ങളാണ്. നമ്മൾ കാണാത്ത കൈൻഡ് ഓഫ് കാഴ്ചകൾ കാണാൻ താല്പര്യമില്ലാന്ന് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ആയിരുന്നു നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ സിൻസ് എൻ്റെ 2 പടം വർക്കാവാഞ്ഞപ്പോൾ ഞാൻ ഗഗനചാരി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ആദ്യത്തെ തൊട്ടുള്ള സപ്പോർട്ട്. ഇനിയും ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, ബട്ട് പോപ്കോൺ അല്ലെങ്കിൽ അതേപോലത്തെ സൈഫൈ ഇഷ്ടപ്പെടുന്ന എന്തൂസിയാസ്റ്റുകൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ജോണറിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ ആ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ചിങ് ടുവേർഡ്സ്, നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവുമല്ലോ വേൾഡ് ക്ലാസ് സിനിമകൾ, അസിൻ വേൾഡിലെല്ലാം സംസാരിക്കുന്ന തീമുകൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലും വരണമെന്ന്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇതിൻ്റെ വെറും ഹംബിൾ ബിഗിനിങ് മാത്രമായിരിക്കും. ഇനി വരുന്ന പിള്ളേരായിരിക്കും ഇതിൻ്റെ അൾട്ടിമേറ്റിൻ്റെ പൊട്ടൻഷ്യലൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അരുൺ എൻറ്റയർ ടീമിനെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും തോന്നുന്നു. എല്ലാവരും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഏറ്റവും അവിടുന്ന് അച്ചു നമ്മുടെ എഡിറ്ററാണ്. ഇംബാച്ചി നമ്മുടെ റാപ്പ് പാടിയിരിക്കുന്ന ഇംബാച്ചിയാണ്. ഭഗത് മാനുവൽ, പിന്നെ നമ്മുടെ ഗോകുൽ സുരേഷ്, മാധവ് സുരേഷ്, അനാർക്കലി, അജുവേട്ടൻ, നമ്മുടെ പ്രൊഡ്യൂസർ സാർ അഭിഷേക്, ജോൺ കൈപ്പള്ളിൽ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശങ്കർ ശർമ്മ, ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറും ഇതിൻ്റെ VFX ഫുൾ ഫോഴ്സായിട്ടുള്ള വിനീഷ് നഗലൻ. താങ്ക് യു. ഈ ഒരു ഗ്ലിംസ് കാണുമ്പോൾ ഫസ്റ്റ് ക്യൂരിയോസിറ്റി വാസ്, ഇത് ഗഗനചാരിയായിട്ട് ലിങ്ക്ഡ് ആണോ, കണക്റ്റഡ് ആണോ, സെയിം വേൾഡ് ആണോ, എന്താ അതിനുള്ളൊരു റിപ്ലൈ? എന്താ ഇത് ഈ ഗ്ലിംസ് തന്നെ ഗ്ലിംസ് എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇതൊരു എക്സ്റ്റെൻഡഡ് ഗ്ലിംസ് ആണ്. അപ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ അണ്ടർന്നുകൊണ്ടിരിക്കട്ടെ. ഈ ആക്ച്വലി ഗഗനചാരി ചെയ്യുന്ന സമയത്ത് അരുൺ പറഞ്ഞിരുന്നു, ഇങ്ങനൊരു ഐഡിയ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുള്ളൊരു ധൈര്യം വന്നത്. അതായത് ഈ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, എന്നാൽ ഇതിൻ്റെ പോസ്റ്റ് റിലീസ് സിനാരിയോ എന്തായിരിക്കും ഒന്നും അറിയത്തില്ല. സ്റ്റിൽ ആ കോൺഫിഡൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വല ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ തിയേറ്റർ സ്പേസുകൾ, ആളുകൾ ഇപ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് എന്താ ശരിക്കും?
ഇപ്പോൾ ഉള്ള കോൺഫിഡൻസ് ദേ കുറച്ച് മുമ്പുള്ള ആരവമാണ്. അതിൻ്റെ ചെവിയിൽ റിലീസ് വരെ നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായിരിക്കും എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സും തോന്നുന്നു. അത് തരുന്നൊരു കൈൻഡ് ഓഫ് ഹൈവർ ഒന്നും തരില്ല. അത് സംതിങ് സ്പെഷ്യൽ ഫോർ എ ഫിലിം മേക്കർ. അൺഎക്സ്പ്ലെയിനബിൾ ആണ്. ഈ വലയെ പറ്റി സംസാരിക്കുന്ന സമയത്തെല്ലാം അരുണിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സൈറ്റ്മെന്റ് കണ്ടിട്ടുള്ളത് അജുവിലാണ്. ഈ നേരത്തെ സിനിമയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന സമയത്തെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം അജു വർഗീസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അജു വർഗീസ് ഈ സിനിമയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അരുൺ ചന്തു ആണോ, സബ്ജക്റ്റ് ആണോ, എന്താ ശരിക്ക് അജു വർഗീസിന് വല്ല? ജഗതി ശ്രീകുമാർ. വേറെ എന്ത്, ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി അദ്ദേഹത്തിന് വോയിസ് ചെയ്യിക്കാൻ പറ്റുന്നത്. ഗഗനചാരി യൂണിവേഴ്സിലുള്ളതുണ്ട് ആ ഡിവൈസ് പറ്റുന്നത്. അതൊക്കെ ബിക്കോസ് ഓഫ് ദ സബ്ജക്റ്റ്, മാറ്റി നിർത്തിയല്ല. പക്ഷേ ദാറ്റ് നെയിം ചന്തു പറഞ്ഞപ്പം ഇങ്ങനെ ഗഗനചാരി തുടങ്ങിയ ടൈമിൽ തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ മെൻഷൻ താങ്ക്സ് കൊടുത്തിട്ടുണ്ട് ഇക്രൂവിന്. അപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. നമുക്കറിയാം അദ്ദേഹം എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ, മലയാളികൾക്ക് എന്താണ്. തീർച്ചയായിട്ടും വല മേജർ ഭാഗം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോർ ദ ലെജൻഡ് ഹേസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ സംഭവിക്കുന്നതിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഈ കോണ്ടന്റ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള നരേഷൻ, ഇതിനെല്ലാത്തിനും എൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ കോളാൻ തോന്നുന്നുണ്ട്. ഇതൊരു സിനിമയാക്കി എടുക്കുക, ഇതിനെ ആളുകളിലോട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളത്. ഈ പ്രൊഡ്യൂസേഴ്സ് കോൾ, ഈ എന്തുകൊണ്ട് ഈ സിനിമയെ ഓഡിയൻസിന് ഡെലിവർ ചെയ്യണം, ഈ തീരുമാനം ഏത് പോയിന്റിലാണ്, എവിടെ ഹിറ്റ് ചെയ്യുന്നത് ശരിക്കും? അഭിഷേകേട്ട സോറി, ചെറിയ ഉത്തരം മതി. ബട്ട് യുനോ അഭിഷേകേട്ടൻ തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് കേട്ടു, ചന്തുവിൻ്റെ അടുത്തു നിന്ന് കേട്ടു. ആ യൂണിവേഴ്സ് ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ഇത് പറയുമ്പോൾ പലപ്പോഴും ആസ് എ പ്രൊഡ്യൂസർ എടുത്ത് ഞാൻ പറയാണ്, ഇത് വിഷ്വല് കണ്ടാലേ എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു അരുൺ ചന്തു പറയുന്നത് മനസ്സിലാവുന്ന ലോകത്തെ ഒരേ ഒരാൾ വിനീഷാണ്. അച്ചുണ്ട്, അച്ചുവും മനസ്സിലാകുന്നുണ്ടാവാം ഓർഡറിങ്, പക്ഷേ എന്തൊക്കെ ഫ്രെയിമിൽ വരും എന്നുള്ളത് ഇയാളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഈ കെമിസ്ട്രിയാണ് ഓൾവേസ് ഫ്രം ഗഗനചാരി. ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല. ആ കോമ്പിനേഷൻ ശങ്കർ, അച്ചു, വിനീഷ്, ചന്തു. പക്ഷേ വിഷ്വൽ കാണുന്നത് ഇയാൾ പറയുന്നത് അയാൾക്ക് കാണാം. ഇത് ഇയാൾക്ക് മാത്രമേ കാണത്തുള്ളൂ. ഇത് ഔട്ട് വരുന്നവരെ ഞങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലാവില്ല. ആ സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഇന്നത് സംഭവിച്ചത്. സോ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്. ഇതിനു വേണ്ടി ബാംഗ്ലൂരിന് ആവശ്യമായിട്ട് വന്നതാണ്. ആൻഡ് വി ആർ വെരി താങ്ക്ഫുൾ ആ ഒരു പ്രസൻസ്. അദ്ദേഹം സംസാരിക്കില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിനീഷിൻ്റെ അടുത്താണെങ്കിൽ ഈ പറഞ്ഞ വേൾഡ് മൊത്തം ഒരു ടെക്സ്റ്റിൽ നിന്ന് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ വേണ്ട എലമെൻറ്റ്സ്, നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒരു ബിലീവബിൾ ഫാക്ടറിനെ കുറിച്ച്, ഇതെല്ലാം ഡെലിവർ ചെയ്യണം, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യണം. എളുപ്പമാണോ, ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കാണോ, എന്താ ശരിക്കും അരുൺ ചന്തുവിന് വേണ്ടി ഒരു വേൾഡ് ക്രിയേഷൻ? ചന്തു ബ്രോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിനായിട്ട് വലിയ എഫേർട്ടൊന്നും ഇതിലൊക്കെ എടുത്തായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഹാപ്പി ആയിട്ട് ചെയ്തു, ഓരോ മൊമെൻറ്റും ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ വല്ല എൻ്റെ സ്ക്രാച്ചിൽ നിന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ബോറടിയോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത പ്രോബ്ലമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ഡെയിലി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠനം മനസ്സിലാക്കാൻ കുറച്ച് ഈസിയാണ്. പറഞ്ഞ് മനസ്സിലാക്കി തരും പെട്ടെന്ന് തന്നെ, നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നല്ല ഈസി വർക്ക് ഫ്ലോ ആയിരുന്നു. എങ്ങനെയായി അപേക്ഷയാണെങ്കിൽ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ വർക്കായിട്ട് ഫീൽ ചെയ്തു. ഇതൊരു സ്കെഡ്യൂൾ ആയപ്പോഴേ ഇനി നീ കുറച്ച് മാറ്റി പറയും, അയ്യോ എന്ന് പറയും, ഇവൻ്റെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഈ സോംബി സിനിമകൾ നമ്മൾ പല തരത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇതിൽ ഈ ഭയം, ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം വരാറുണ്ട്. എന്നാൽ ഇത്രയും കൂളായി, കാഷ്വലായി ഇതിൻ്റെ അകത്തൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കണ്ടെത്തുന്നത്, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കണ്ടെത്തുന്നത്, അത് എനിക്ക് ആ ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. എപ്പോഴും കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചളിയടിക്കുന്ന സ്വഭാവം. അപ്പോൾ അത് തന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഗണേശ് സാറിൻ്റെ സീൻ വന്നതുപോലെ തന്നെയാണ് എൻ്റെ സ്വഭാവം. പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചളിയടിക്കാൻ തോന്നും. സോ ആ കൈൻഡ് ഓഫ് മിക്സ് നല്ലതാണെന്ന് തോന്നുന്നു ഒരു പോപ്പുലർ ജോണറിൽ കഥ പറയുന്ന സമയത്ത്. ബിക്കോസ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യേണ്ടതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റൊക്കെ സംസാരിക്കുമ്പോൾ.
ഈ വല പോലൊരു സിനിമ ഇവിടെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഗഗനചാരിയിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഉറപ്പായിട്ടും. അവിടെ നിന്നൊരു തിയേറ്ററിക്കൽ റിലീസ്, ആളുകൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലോട്ട് വരണം അല്ലെങ്കിൽ വരും എന്നുള്ള കോൺഫിഡൻസ്, ഇത് ഗെയിൻ ചെയ്യുന്നതിൽ ശരിക്കും ഗഗനചാരിക്ക് അപ്പുറത്തേക്കൊരു കോൺഫിഡൻസ് പോയിന്റ് ഉണ്ടോ ശരിക്കും? ഉണ്ട്. എഗെയിൻ ഞാൻ പറയുന്ന പോലെ ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ കണ്ടെത്തി. ഞാൻ ആ കമ്മ്യൂണിറ്റി കണ്ടെത്തി എന്ന് പറയുമ്പോൾ ചുമ്മാ ഇവിടെ വരുന്ന ആൾക്കാരെ ജസ്റ്റ് മുമ്പ് വെച്ച് പറയുന്ന കാര്യം മാത്രമല്ല, എനിക്ക് ആക്റ്റീവ്ലി ഓൺലൈൻ സ്പേസിൽ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഗഗനചാരിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ സിനിമകളുടെ താഴെ സിനിമകളെ മനസ്സിലാകാത്ത മേ ബി കുറച്ച് ബൂമറായിട്ടുള്ള ആൾക്കാരെ വന്ന് ആക്റ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു സ്പേസ് ഓൺലൈൻ ഉണ്ട്. അപ്പോൾ അത് പറയുന്നത് കാണുമ്പം തീർച്ചയായിട്ടും മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടല്ല ഞാനത് ഒരാൾ നല്ലതെന്ന് പറയുന്നത്. ബട്ട് എന്നാൽ പോലും ഒരു ജനറേഷന് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പോപ്പുലർ മീഡിയത്തിന് വേണ്ടി സംസാരിക്കാൻ ഇന്നത്തെ ഏറ്റവും പുതിയ പിള്ളേരുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അരുണിൻ്റെ ഈ പറഞ്ഞ സക്സസ് ഫോമുകളിലെല്ലാം ഒരു ടീം വർക്ക് ഉറപ്പായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അരുൺ സംസാരിക്കുമ്പോഴാണെങ്കിലും ടീം വർക്കിന് വേണ്ടിയാണ് അധികം പറയാറുള്ളത്. ഒരുമിച്ച് നിന്ന് ഒരു വിഷന് വേണ്ടി എല്ലാവരും കൂടെ നിൽക്കുന്നതിനെ പറ്റി. ഇപ്പോൾ അനാക്കിലെ ആവട്ടെ, ഗോകുലാവട്ടെ, ജോൺ ആവട്ടെ, നിങ്ങളെല്ലാം നേരത്തെ ഒരുമിച്ചവരാണ്, പിന്നെയും വരുന്നു. ഇതിൻ്റെ ഒരു ടീം വർക്ക്, പുതിയൊരു ഐഡിയ, പുതിയൊരു വേൾഡ്, അതിൻ്റെ പാർട്ടാവുന്നത് എങ്ങനെയാണ് ശരിക്കും? കൂടുതൽ എക്സൈറ്റഡ് ആണോ? ഉറപ്പായിട്ടും എക്സൈറ്റഡ് ആണ്. ഈ പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം, എല്ലാം സാറിൻ്റെ കയ്യിൽ. അനാക്കിൽ സെയിം ഫീലിംഗ് ആണ്. ഇതുപോലെ ഇവരുടെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ എന്താ പറയുക, നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കിന്ന് ഇപ്പം കുറച്ചുകൂടെ എനിക്ക് ചന്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ ടൈം സ്പെൻഡൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെയും ഈ സെയിം ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. ആൻഡ് സെയിം എനിക്കൊന്നും കൂടുതലൊന്നും പറയാൻ ഉള്ളൊരു ലിബേർട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് യാ, ഈ ചന്തു എല്ലാവർക്കും ബാരിയർ വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ കണ്ട വിഷ്വലിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു ക്യൂരിയസ് ഫാക്ടർ ഈ അപ്പോക്കലിപ്സ് കൺവിൻസിങ് ആവുന്നതിൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയത്, അത് പെട്ടെന്ന് കിക്ക് ചെയ്തായിരുന്നു ആ വിഷ്വല്. കുറച്ച് മെറ്റ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് നമ്മളുടെ എഴുത്തിനെ തോട്ടിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന, ഇമ്പാക്റ്റ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഫിയേഴ്സ് ഉണ്ടാവുമല്ലോ. ആ കോൺസ്റ്റൻറ്റ് ഫിയറിൽ അതുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പോപ്പുലർ കൾച്ചറും അതുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഒരു ഡാമിൻ്റെ വിഷ്വൽ വെക്കുന്നതിനപ്പുറത്തേക്ക് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നാളത്തെ ഒരു അവസ്ഥ കാണിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒരു കുറച്ചുകൂടി ജിയോ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരു വാദവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസ്പിറസിയൊക്കെ ആയിരിക്കും ഞാൻ പുഷ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അഗെയിൻ ഒരു ഡാമെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെയും ഈവൻ ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പർവ്വനിരകളാണല്ലോ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പം മലയിൽ ഉള്ള ആൾ മലയാളി എന്ന് പറയുന്ന പോലെ മലയാളി ജീവിക്കുന്ന ആ സ്പേസ് ഫ്യൂച്ചറിൽ എങ്ങനെയുണ്ടാവും, അതിൻ്റെ ഒരു ഡിസ്റ്റോപ്പിയൻ അവസ്ഥ എന്തായിരിക്കും, അതൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. ഭയങ്കര രസമുള്ള സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. അമ്പിളിച്ചേട്ടൻ വരുന്നു, പുറകിൽ ഇവരെല്ലാവരും ഒരുമിച്ച് വരുന്നത്. ഒരു പക്ഷേ എക്സ്പെൻഡബിൾസിലൊക്കെ കാണുന്ന ടൈപ്പ് ലൈക്ക് നമുക്ക് ഗൂസ് ബംസ് ഉണ്ട് ഇവരുടെ മൊമെൻ്റ് കാണുന്ന സമയത്ത്. ഈ സിനിമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുക, എന്നാൽ അത് ഈ പറഞ്ഞ ഫോർമുലയിലോ ഫ്ലേവറിലുള്ള ഒരു മൊമെൻറ്റോ സീനോ ആയിരിക്കണം എന്നില്ല, സ്റ്റോറി വേൾഡ് ആയിരിക്കണം എന്നില്ല. ഇത്രയും ഫ്രഷ് ആയിട്ട് സബ്ജക്റ്റ് പറയാൻ ശ്രമിക്കുന്നതിനൊപ്പം ഇതിൻ്റെ സിനിമാറ്റിക് വാല്യൂസ് കൂടെ കൊണ്ടുപോകാന്നുള്ളത്, അത് എഴുത്തിൽ, മേക്കിങ്ങിൽ ഇതിലൊരു എക്സ്ട്രാ ഫോക്കസ് ഉണ്ടോ, ശ്രദ്ധയുണ്ടോ, എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു, ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒരു വിഷ്വൽ മീഡിയത്തിൻ്റെ ഏജ് ജനിച്ച ആൾക്കാരാണ്. ഞാൻ ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതൊരു ഫെയിലറാണ്. എനിക്ക് കൂടുതലും വിഷ്വൽസ് കൺസ്യൂം ചെയ്യാനും ഡാറ്റ ഫീഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിൽ ഓരോ തവണയും നമ്മുടെ ക്രാഫ്റ്റിനെ ബെറ്റർ ആക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ല സിനിമകൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ സിനിമകളിൽ നിന്ന് തന്നെ ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒന്നും ആരും ആയിത്തീരുന്നില്ല, എല്ലാവരും സ്റ്റിൽ ലേണിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഓരോ ഫിലിം മേക്കറും ഞാനും അതേ പാതയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ അമ്പിളിച്ചേട്ടൻ്റെ കാസ്റ്റിംഗ് പറയുന്നതിനൊപ്പം തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്. ഇത് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ അനൗൺസ്മെൻറ്റിലോ ചർച്ചകളിലോ സംസാരങ്ങളിലോ ഒന്നും ഈ രണ്ട് പേരുകൾ കണ്ടിരുന്നില്ല. അവിടെ നിന്നാണ് വിഷ്വലി നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇവർ വരുന്നത്. ഈ ഓൺ ബോർഡിങ് ഇവരെയും കൂടെ സിനിമയുടെ പാർട്ടായിട്ട് ഈ പറഞ്ഞ പോലെ കഥ കൺവിൻസ് ചെയ്യുക, ഇവരെ ഇതിൻ്റെ ഭാഗമാക്കുക, അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിനീതേട്ടനും ബേസിലും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഏറ്റവും അറിയുന്ന ആൾക്കാരുടെ അടുക്കൽ കഥ പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടെൻഷൻ.
മറ്റുള്ള മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് പോകാനൊന്നുമില്ല. പക്ഷേ ജഡ്ജ് ചെയ്യപ്പെടും എന്നതിനേക്കാൾ ഉപരി നമ്മളവിടെ പോയിപ്പോൾ പറയുന്ന കാര്യം നമുക്ക് പഴയ, അതായത് ബേസിലും ഞാനും എനിക്ക് തോന്നുന്നു ബേസിലിൻ്റെ തുണ്ടുപടമാണ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ബേസിലിൻ്റെ തുണ്ടുപടത്തിൻ്റെ പോസ്റ്റർ ഞാനാണ് ചെയ്തത്, ഷോർട്ട് ഫിലിം കേട്ടോ. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ കുഞ്ഞിരാമായണത്തിനൊക്കെ ഡിസ്കഷൻസൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരാളിപ്പോൾ ഇവിടെ നിൽക്കുന്നു നമുക്ക് നന്നായിട്ട് അറിയാം. അവൻ ഒരു കോൺസ്റ്റൻറ്റ് ഹാർഡ് വർക്കും പുള്ളിയുടെ എഫേർട്ട് ആൻഡ് എബിലിറ്റി ഒന്നും പറയാനില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു യങ് ആക്ടറാണ്. അപ്പം ബേസിലിനോട് കഥ പറഞ്ഞപ്പോഴും ഈവൻ വിനീതനോട് കഥ പറഞ്ഞപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ സിനിമയിലേക്ക് വരുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഫാക്ടർ. പക്ഷേ അവരെ എൻ്റെ ഫ്രെയിമിൽ കാണുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഒരു നോർമൽ ഫ്രെയിമിൽ അവരെ എനിക്ക് കാണാൻ പറ്റാറില്ല. ബിക്കോസ് നമുക്കൊക്കെ അറിയാവുന്ന നന്മ നിറഞ്ഞവൻ വിനീത് ശ്രീനിവാസൻ അല്ലാത്ത വിനീത് ശ്രീനിവാസനെ എനിക്കറിയാം. വേറെ ചളിയടിക്കുന്ന നന്നായിട്ട് വേറെ ടൈപ്പ് ഓഫ് കഥകളൊക്കെ പറയുന്ന വിനീതനെ അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ പ്രസൻറ്റ് ചെയ്യാനും ബേസിലിനെ നല്ല രസത്തിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോപ്പ്ഫുള്ളി വേറെ കഥയൊന്നുമല്ല കേട്ടോ, തമാശ കഥകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അജു വർഗീസ്, അരുൺ ചന്തു, നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ കൂടെ ഉണ്ടല്ലോ ഇപ്പോഴും ഒരുമിച്ച് ഈ ജേണിയിൽ കൂടെ ഉള്ളത്. ഈ അജു വർഗീസിന് എന്താണ് ലൈക്ക് അരുൺ ചന്തുവിൻ്റെ അടുത്തുള്ള ഒരു കംഫർട്ട്, അരുൺ എന്താണ് അജുവിൻ്റെ അടുത്തുള്ള കംഫർട്ട്? ഇതിലൊരു കംറേഡറി എന്നൊക്കെ പറയുന്ന പോലെ ഇതിലൊരു എന്താ ഒരു ലോങ് ജേണി, ഇതെല്ലാം മനസ്സിലുണ്ടോ? എങ്ങനെ ഇതിനെ കാണുന്നത്? നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു ആത്മബന്ധം ജനറേറ്റ് ആവും ഒരു വ്യക്തിയുടെ കൂടെ. എനിക്ക് പല സുഹൃത്തുക്കളായിട്ട് ഫീൽ ചെയ്തിട്ട് ഇദ്ദേഹവും ഞാനും കൂടുതൽ നേരം പണിയില്ലാതിരിക്കുന്നുണ്ട്. ഞാൻ കൊച്ചിയിൽ സമയമുള്ളതുകൊണ്ട് കണക്റ്റഡ് ആവുന്നതിൻ്റെ ഒരു റീസൺ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കുണ്ടാവും. ആസ് എ നടൻ ആണെങ്കിൽ ഇപ്പം നമുക്ക്, പക്ഷേ നാച്ചുറലി ഇദ്ദേഹം കഴിഞ്ഞ തട്ടത്തിൻപറത്ത് 2012 തൊട്ട് ഇപ്പോൾ വരെ എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഡിസ്കഷൻസും ഞാൻ നേരത്തെ ഇതിന് ഉത്തരവ് തന്നിട്ടുള്ള ഓരോ സിനിമയുടെ ഒരു ലുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫസ്റ്റ് ഫോട്ടോ അയക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് തീർച്ചയായിട്ടും എൻ്റെയും നമ്മൾ പലരുടെയും കണ്ണുകൾക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഹി ക്യാൻ സെൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു എസ്തെറ്റിക് വാല്യൂ അഡീഷൻ നല്ല രീതിയിൽ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വിനീഷ് പറഞ്ഞ പോലെ എന്നെ അതിശയിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഈസി അല്ല. ഇപ്പം ഇദ്ദേഹം കഥ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഗഗനചാരി ഒരു പിടിയില്ല ഞാൻ അഭിനയിച്ച പടാം. അതുകൊണ്ട് ഈ പ്രശ്നം തീരുമാനിച്ച് വല എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുക പറഞ്ഞപ്പോൾ ഇവൻ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ ഈ റാഞ്ചേട്ടിൽ ഇന്നസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ പൂരങ്ങളുടെ ഇങ്ങനെ. അപ്പോൾ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിച്ച് ഡെക്ക് എന്നെ കാണിച്ചു തന്നു. കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഈ ലോകം മനസ്സിലായി, ഈ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഇൻവിറ്റേഷൻ, അപ്പം ആ വിഷ്വൽ സെൻസിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഒരുപാട് ലേണിങ്സ് പേഴ്സണലി എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് നടക്കാറുണ്ട്. എനിക്കൊന്ന് ഈ സർപ്രൈസുകൾ കൂടുതൽ ഒന്നായിരുന്നു ഭഗത്തിനെ കാണുന്നത്. നമ്മൾ ഒരിക്കലും ഈ വേൾഡിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെ പാർട്ടാവുന്നത് ശരിക്കും? അജു നേരത്തെ പറഞ്ഞ പോലെ പണിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ഞാനുമാണ്. ശരി, നീയും മറന്നു കേട്ടാ. അതെ, ഇമാർ എൻ്റെ വീട്ടിലിരിക്കണം, എന്നിട്ട് ആ പേര് പറഞ്ഞില്ല. നിവിനും ഉണ്ടടാ, അവൻ ഇപ്പോഴാ ജോലി, 1 വർഷം പടമില്ല. അങ്ങനെ ഇരുന്ന് പണിയെടുത്തുന്ന സമയത്ത് ഇമാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ചന്തു വല തുടങ്ങുമ്പോൾ ഗഗനചാരിക്കാൻ തന്നെ കൂട്ടിയില്ല, വല തുടങ്ങുമ്പോൾ എന്നെയാണ് കൂട്ടുന്നുണ്ടോ, ഒരു പാൽക്കാരനായിട്ടായാലും മതി എന്ന് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. കറക്റ്റ് അത് അവൻ സീരിയസ് ആക്കി വെച്ചിട്ട് സെറ്റിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ റെഡിയല്ലേ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിറച്ച് സോംബികളൊക്കെ അതിലിടെ നടപ്പുണ്ട്, എനിക്ക് മാത്രം ഡ്രസ്സില്ല. അപ്പോൾ എന്നോട് ചേട്ടൻ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടോട്ടാ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു ഷർട്ട് മുണ്ട് ഇട്ടേ. ശരി, ഷർട്ട് മുണ്ട് വേണ്ട, ഒരു ബനിയനായത്. ഓക്കെ, കുഴപ്പമില്ല. ഇത് വൈകുന്നേരമായിട്ടും ഷൂട്ട് ചെയ്യണില്ല, രാത്രിയായപ്പോൾ ഞാൻ പറയാം, ചേട്ടാ പശുവിൻ്റെ ചോട്ടിലൊന്ന് കിടക്കാവോന്ന്. അപ്പോൾ പക്ഷെ എന്തായാലും ഇതിങ്ങനെയായി മാറുമെന്നുള്ളത് ജന്മത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഒത്തിരി താങ്ക്സ് ഉണ്ടടാ. ഇതാ പോട്ടെ അങ്ങോട്ട്. ഇമ്പാച്ചിയുടെ വോക്കൽ ഈ കൈൻഡ് ഓഫ് പമ്പിങ് ആയിരുന്നു എൻറ്റയർ ഈ ഗ്ലിംസ് കാണുന്ന സമയത്ത്. ഈ അരുൺ കഥ പറഞ്ഞത് തന്നെയാണ് വീഴ്ത്തിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ട്രാക്ക് വരുന്നത്, അതുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള സമയവും വളരെ കുറവായിരുന്നു. കഥ പറഞ്ഞാണോ വീഴ്ത്തുന്നതാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? അരുൺ എല്ലാവരെയും കഥ അതെ അതെ. മേട്രിക്സ് എന്നുള്ള സാധനം എനിക്ക് വളരെ
ക്ലോസ് ആയിട്ടൊരു സാധനമാണ്. അപ്പം ഒരു കളിക്കുടുക്കെ വരുന്ന ഒരു മേട്രിക്സിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ ഒരു സിനിമ എന്നുകൊണ്ട് എന്നെ വീഴ്ത്തിയതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ടർ. ബട്ട് ഉള്ള സമയം കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ദേർസ് അനദർ ട്രാക്ക് ദാറ്റ്സ് കമ്മിങ് ഇൻ ദ മൂവി. അത് എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യാം. ബേസിലോട് സംസാരിക്കണം തോന്നുന്നു. ഈ സൂപ്പർ ഹീറോയിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനിയൊരു സോംബി പടം എന്ത് തോന്നുന്നു? എന്താ ഇത് പരിപാടി? ഓക്കെ 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 ഇവരൊക്കെ ആരാ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പ്രോമോ കണ്ടായിരുന്നോ? കണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അത് സോംബി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ജോണറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ കഥ ഇതുവരെ കേട്ടിട്ടില്ല. അവനെന്തോ കുറച്ച് പറഞ്ഞു, പകുതി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇനി അത് ഒന്നുകൂടി ഇരുന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് പിന്നെ അയച്ചു തന്നായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ നടക്കുന്നു. അപ്പോൾ എന്തായാലും പക്ഷെ അതൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നതായിരിക്കും എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഗഗനാചാരിയിൽ അടുത്തതിൽ ശരിയാവും. അജുവേട്ടൻ ഇതുപോലെ ആയിരുന്നു ഗഗനാചാരിയിൽ, ഒന്നും അറിയില്ലായിരുന്നു. ഐക്കോണിക് മൊമെന്റ് ആയിരുന്നു ഈ വെൽക്കം ബാക്ക് സാർ എന്ന് പറയുന്നത്. അതെ 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 അതെ, അത് എനിക്കതായിരുന്നു എൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ടേക്ക് അവേ എന്ന് പറയുന്നത്. ജഗതി സാർ ചെയ്യുന്ന ഒരു ഇതിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഓഫ് കോഴ്സ് അജുവേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചന്തു ഞങ്ങൾ ഒരുമിച്ച് മുമ്പ് തിരയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ ഇതൊരു എന്താ പറയുക, അതിൻ്റെയൊക്കെ അപ്പുറം ഒരു പുതിയൊരു വേവ് ഓഫ് ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണ്. പുതിയൊരു മലയാള സിനിമയുടെ മാറ്റത്തിൻ്റെ മറ്റൊരു ബെഞ്ച് മാർക്ക് സിനിമ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നതും അതിൻ്റെ അകത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും. മലയാളിയുടെ ബോയ് നെക്സ്റ്റ് ഡോർ പുതിയ വേൾഡിൽ പ്ലേസ്ഡ് ആവാണല്ലോ. എന്താണ് എൻ്റെ ജോലി എന്നൊന്നും എനിക്കറിയില്ല അതിൻ്റെ അകത്ത്. മറ്റൊരു ഷെയ്ഡ്സ് ഒക്കെ എടുത്ത് വെച്ച് തന്നു, ഇങ്ങനെ നടക്കാൻ പറഞ്ഞു തള്ളിക്കൊണ്ട്. കുറേ സോംബികളൊക്കെ വന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. ബാക്കി എന്താണ് ക്യാരക്ടർ എന്നുള്ളതൊക്കെ ഇനി കഥയൊക്കെ കേട്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വാചാലനാവാം. യെസ്, നമ്മൾ ഈ ബാരിയറുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നു. എനിക്കൊന്ന് അവർക്ക് കുറച്ചും കൂടെ ക്യൂരിയസ് ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അവരുടെ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യണമെന്നുണ്ട്. അവരിലോട്ട് കൂടെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത്, ഒരു വിനി സ്കൂളിലെ എല്ലാവരും ഉണ്ട്, മലർവാടി കൂട്ടമുണ്ട്. സോ ദ $1 million ക്വസ്റ്റ്യൻ ഈസ്, നിവിൻ്റെ ഒരു കാമിയോ പ്രതീക്ഷിക്കാമോ? ആൻഡ് ഒരു എക്സ്റ്റൻഷനും കൂടെ, അതായത് ശങ്കർ സാറ് നമ്മുടെ നെടുമണി വേണുവിൻ്റെ ഒരു AI ശ്രമിച്ച് പരാജയപ്പെട്ടു. അപ്പം അതിൻ്റെ ഒരു അരുൺ ചന്തു വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആ രണ്ട് ചോദ്യം. അല്ല, ഇത് അല്ല കേട്ടോ ജഗദീശേട്ടൻ. അല്ല, ലൈക്ക് സൗണ്ട് AI ആയിട്ട് തോന്നി. അത് നിങ്ങളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യൂ, സൗണ്ട് ആണെന്നുള്ളത്. ഓക്കെ. ഞാൻ ആദ്യം ഒരു കാർഡ് വെച്ചതാ, പിന്നെ എൻ്റെ എഡിറ്റർ പറഞ്ഞ് കളഞ്ഞതാ. നോ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദിസ് ഫിലിം എന്നിട്ടൊരു ചെറിയ വിങ്സും ഞാൻ വെച്ചില്ല. നിങ്ങൾ പടം ഫുൾ കണ്ടിട്ട് പറയൂ അത് ആണോ അല്ലയോ എന്നുള്ളത്. നിവിൻ ചേട്ടൻ്റെ കാര്യം, ഞാൻ നിവിൻ ചേട്ടനൊരു കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇതല്ല. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും എൻ്റെ സൈഫൈ അഡ്വഞ്ചേഴ്സിൽ അദ്ദേഹം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് കാണാം, പക്ഷേ സത്യം പറഞ്ഞാൽ ബേസിൽ എവിടെ കയറിയിരുന്നത്, പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ബേസിലെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സോറി. ബേസിലേട്ട, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു, കുറേ ബേസിലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഓക്കെ ബേസിൽ ഫൈൻ, പുള്ളിയാനിയായിട്ട് വന്ന് അഭിനയിക്കുന്ന രീതിയിൽ. പൊന്മാനിൽ നിങ്ങൾ കലക്കി തിമിർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. താങ്ക് യു. ആൻഡ് ഇപ്പോൾ ഈ ഒരു സയൻസ് ഫിക്ഷൻ പാട്ടിലൊക്കെ മൂവിയിലൊക്കെ നിങ്ങൾ പാട്ടാവുന്നു, സന്തോഷം. ആകെ മൊത്തത്തിൽ ബേസിലായിട്ടുള്ള ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴത്തേക്കും എന്താണ് തോന്നുന്നത്? നമ്മളൊരു സയൻസ് ഫിക്ഷൻ വേറെ മൂവീസിലോട്ടൊക്കെ പോകുന്നു, പക്ഷേ അതേസമയം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മൂവീസും ചെയ്യുന്നുണ്ട്, എല്ലാവരും വരുന്നു. സോ ഒരു മൊത്തം മലയാളം ഇൻഡസ്ട്രി തന്നെ ഒരു റൈറ്റ് ട്രാക്കിലായിട്ടാണോ തോന്നുന്നത്? തീർച്ചയായും അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഇതൊരു കുടിൽ വ്യവസായം പോലെയാണ് നമ്മുടെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി കോട്ടേജ് ഇൻഡസ്ട്രിയാണ് ബേസിക്കലി. ബാക്കി എല്ലാത്തിലും പോലെ ഒരു കോർപ്പറേറ്റ് ഡ്രിവൺ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഫുൾ ഓഫ് ചെയ്യണമെങ്കിൽ കുറച്ച് ആളുകൾ വിചാരിച്ചാൽ നടക്കും. അല്ലാതെ അതിൽ കോൺട്രാക്ട്സും മറ്റ് അങ്ങോട്ടുള്ള പാനൽ ഡിസ്കഷൻസും കണ്ടൻറ്റും അതും എന്നൊക്കെ പറയുന്ന അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല. കുറച്ച് 3-4 ആളുകൾ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള സിനിമകൾ നടക്കും എന്നുള്ളതാണ്. അവിടെ ബഡ്ജറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇതുപോലെയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാവരും എക്സൈറ്റഡ് ആണ്.
മറ്റ് പലയിടത്തും ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ സിസ്റ്റം അവരെ ചിലപ്പോൾ അതിന് പെർമിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഒന്ന് ഗ്രീൻ ലിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് കാലതാമസങ്ങളും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത്. ബാക്കി എല്ലായിടത്തും ടാലൻ്റ് ഉണ്ട്, പക്ഷേ അവിടുത്തെ സിസ്റ്റം സപ്പോർട്ടീവ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അത് സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ഈസി ആയിട്ട് ഇതൊക്കെ കുറച്ചുകൂടെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വലിയ മാറ്റത്തിൻ്റെ തന്നെ വലിയ മൈൽ സ്റ്റോൺ സിനിമയൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ ഗഗനാചാരി അതിനൊരു തുടക്കമായിരുന്നു. ഒരു സോംബി അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സൈഫൈ വേൾഡ് എന്നൊക്കെ പറയണ പോലെ ചന്തുവിൻ്റെ ഒരു വേൾഡ് ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഒരു വേൾഡ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ആ വേൾഡിൻ്റെ ആ യൂണിവേഴ്സിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് എക്സൈറ്റിംഗ് തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ്സും ഇനിയും മലയാള സിനിമയിൽ പ്രതീക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള തുടക്കം തന്നെയാണ് ഇതുപോലുള്ള സിനിമകൾ എന്നുള്ളത് ഫോർ ഷുവർ. അപ്പോൾ റൈറ്റ് ട്രാക്ക് തന്നെയാണ്, എന്നാലും അതിന് ഒരുപാട് ചാലഞ്ചസും ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ബജറ്റ്, ഫീസിബിലിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോഴും ഇങ്ങനത്തെ സിനിമകൾക്കുള്ള ക്രൗഡ് എന്ന് പറയുന്നത് ഒരു നീഷ് ക്രൗഡാണ് ഇപ്പോഴും പലപ്പോഴും. അതിന് എത്രമാത്രം കമേഴ്ഷ്യൽ ആയാലേ ഇതിൻ്റെ വയബിലിറ്റിയൊക്കെ, കാരണം ഇങ്ങനത്തെ സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ അത്യാവശ്യം ബജറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് വരിക, ആക്ടേഴ്സ് അതിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ചലഞ്ചസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് സൈൻ. അപ്പോൾ അതെന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ഒരു എന്താ പറയുക, നമ്മൾ വേൾഡ് സിനിമയെ തന്നെ നമുക്ക് മലയാള സിനിമ ഒരു ലൈക്ക് ഒരു പ്രൗഡ് ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ലെവലിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പല തരത്തിലുള്ള കൊളാബറേഷൻ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഭയങ്കര രസമായി തോന്നുന്നത് ഈ പല മേക്കേഴ്സ് ഇതിൻ്റെ ഭാഗത്താവുന്നുണ്ടല്ലോ. ഒരു കംഫർട്ട് സ്പേസ് ഉണ്ട് അവിടെ, അതിനൊപ്പം തന്നെ ക്രിയേറ്റേഴ്സ് ഒരുമിക്കുന്നു. അതിലിപ്പോൾ പെർഫോമേഴ്സായിട്ട് വിനീത് ശ്രീനിവാസും ബേസിൽ അവിടെ വരുന്നുണ്ട്. ഇത്തരം കൊളാബറേഷൻസ് ശരിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത്, ലോങ് ജേണി, ഇതിൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ബൂം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊളാബറേഷൻ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിൽ പറഞ്ഞോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരു പടം ചെയ്യാൻ വരുന്നൊരു വ്യക്തിക്ക് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ല ബൈ ഡിഫോൾട്ട് ഒരു മലയാളി ഫിലിം മേക്കർ ഫേസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഈ സോണിലുള്ള അല്ലെങ്കിൽ ബേസിലെ കുറച്ചുകൂടെ മനസ്സിലാവും തോന്നുന്നു. ബിക്കോസ് ആദ്യമായിട്ടൊരു സൂപ്പർ ഹീറോ ഫുൾ ഫ്ലെഷ്ഡ് പടം, അതും ഒറിജിൻ സ്റ്റോറി ട്രൈ ചെയ്ത ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസിൽ നിന്ന് ഡെവലപ്പായി വരുന്നൊരു ഫിലിം മേക്കർ ഏത് ഇൻഡസ്ട്രി കൊണ്ടിട്ടായാലും വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തെ ഇനേബിൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ കൊളാബറേഷൻസ് മ്യൂച്വലി ഈ ഒരു സ്പേസ് ആക്ച്വലി ഭയങ്കര ഹാർഡ് ടു ക്രാക്കാണ്. അതായത് സൈഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹാർഡ് കോർ സൈഫൈ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കാണണം താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ റൈറ്റ് മിക്സ്, റൈറ്റ് ബാലൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് നല്ല ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഇൻ്റലിജൻറ്റ് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രസൻസ് ഓഫ് മൈൻഡ്, സബ്ജക്റ്റ് അവയർനെസ്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഈ ലോകം എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാതെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസിലൊക്കെ അത് നേടിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരു പച്ചയായ മനുഷ്യൻ്റെ ജീവിതാവിഷ്കാരമൊന്നും അല്ലല്ലോ നമ്മൾ കാണിക്കുന്നത്. കുറച്ചുകൂടെ ഒരു പ്രൊജക്റ്റഡ് വേൾഡാണ്. നമ്മൾ പറയുന്ന കുറച്ച് നിയമങ്ങളും നമ്മൾ പറയുന്ന രീതിയിലുള്ള കഥയും പരിസരങ്ങളുമാണ്. അപ്പം അതിനെ കൺവിൻസ് ചെയ്യാനും ആ വേൾഡ് ബിൽഡിങ്ങിനും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ക്യാമറയുടെ ബാക്കിൽ മാത്രം പോരാ, ഫ്രണ്ടിലും വേണമെന്ന് വിചാരിക്കുന്നു. അതായത് കഴിഞ്ഞ സിനിമയിൽ അനാർക്കലി ഒരു ഏലിയൻ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ കൂടുതൽ ഏലിയൻസിനെ പ്രതീക്ഷിക്കാമോ എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. അതല്ലാതെ ഇതൊരു വല യൂണിവേഴ്സായി മാറുമോ എന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞ അഗെയിൻ ഞാൻ ഒരു ക്ലീഷേ പുഷ് ചെയ്യുന്നില്ല. ബട്ട് അഗെയിൻ ഒരു ഏലിയൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പാരസൈറ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ്. അതെങ്ങനെയാണ് നമ്മളുടെ ചുറ്റുപാടിനെ ക്യാപ്ചർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ബോധത്തിനെ ഇല്ലാതാക്കുന്നതൊക്കെ കൈൻഡ് ഓഫ് ഒരു അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പറയാത്ത കേട്ടോ. അല്ല, ഇതുപോലുള്ള സിനിമകൾ ഇനിയും പ്രതീക്ഷിക്കാമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓഫ് കോഴ്സ് ഇപ്പം ഗഗനചാരി വന്ന ധൈര്യമാണ് എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നത്. അപ്പം കൂടുതൽ സിനിമകൾ ഇങ്ങനത്തെ ചെയ്യാൻ പറ്റട്ടെ, കൂടുതൽ ആൾക്കാരോട് കണക്ട് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോൾ ഈ നിഷ ഓഡിയൻസ് എന്ന് വിളിക്കുന്ന ഓഡിയൻസ് മെയിൻ സ്ട്രീം ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. ഈ റൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഗഗനചേരി ആണെങ്കിൽ അതിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്, ഒരുപാട് ഹൊമാജുകളും റെഫറൻസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട് ഒരു സ്നീക്ക് പീക്കിൽ. ഒരു കഥ എഴുതുമ്പോൾ എങ്ങനെയാണ് അതിൽ റെഫറൻസുകൾ ടു മച്ച്, ഹൗ മച്ച് റെഫറൻസസ് ഓർ ഹൗ മച്ച് ഹൊമാജസ് ടു മച്ച് ഹൊമാജ്, ഇത് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താ, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ആക്കിയ വേണ്ട ഇത് മാത്രമായി പോകുന്നുള്ളൊരു പോയിന്റ് എത്തുന്നത്? നമ്മളുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ നമ്മുടെ ജഡ്ജ്മെൻ്റ് അതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. എത്രത്തോളം നമ്മൾ അതിന് ടു ഇൻ്റലിജൻ്റ് ആണ് നമുക്ക് ചിലപ്പം അറിയില്ല അത് വർക്കാവില്ല എന്നൊക്കെയുള്ളത്. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം അവരുടെയും കൂടി
ആ സബ്ജക്റ്റ് അവയർനെസ്സിനൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഞാനൊരു ദിവസം ഒരു 5 തവണയെങ്കിലും ശ്രീനിവാസ് സാറിൻ്റെ ഡയലോഗ്സ് കോട്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ, അല്ലെങ്കിൽ പ്രിയൻസ് സാറിൻ്റെ ഡയലോഗ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകാറുണ്ട്. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഇടാറുണ്ട് അതിനകത്തോട്ട്. പിന്നെ അഗെയിൻ ഈ പറഞ്ഞ പോലെ എന്നെ കൺസ്ട്രെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ പോസിറ്റീവ്ലി കൺസ്ട്രെയിൻ ചെയ്യുന്ന, ലിമിറ്റ് ചെയ്യുന്ന, സെൻസർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് എൻ്റെ ചുറ്റും ഉള്ളതുകൊണ്ട്, അങ്ങനത്തെ ആൾക്കാരുള്ളതുകൊണ്ടാണ് അത് കൺട്രോൾഡ് ആയി നിൽക്കുന്നത്. ഇത് ക്യൂ സ്റ്റുഡിയോയുടെ പാർട്ടായിട്ട് നമുക്ക് ഈ വല പോലൊരു സിനിമയുടെ ഈ കൈൻഡ് ഓഫ് ലോഞ്ചിന്റെ പാർട്ടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ മലയാള സിനിമയുടെ ഒപ്പം 6 വർഷമായിട്ട് ക്യൂ സ്റ്റുഡിയോ ഉണ്ട്. ഈ ജേണിയിൽ നമ്മുടെയും ഭയങ്കര ഹാപ്പിനെസ് ആണ് പുതിയ സിനിമകൾ ഈ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്ന പോലെ പാത്ത് ബ്രേക്കിംഗ് സിനിമകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അരുണ് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ബ്രോ.